ഹലോ ഫ്രണ്ട്സ്, വളരെ ചെറിയ ഒരു മുറിയിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗാരേജിൽ നിന്നോ ഒരു വലിയ ഫാക്ടറിയെ വെല്ലുന്ന രീതിയിൽ ദിവസേന വരുമാനമുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നത്തെ ഈ വിശകലനത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതാണ്. വളരെ ശാന്തമായി എന്നാൽ കൃത്യമായി ലാഭം കൊയ്യുന്ന 14 മികച്ച ഹോം ഫുഡ് മെഷീനുകളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ശരി, നമുക്കിതിലേക്ക് ഒന്നാഴത്തിൽ കടക്കാം. വീട്ടിലിരുന്ന ഒരു ഫുഡ് ബിസിനസ് തുടങ്ങുമ്പോൾ പലരും കരുതുന്നത് കിടിലൻ റെസിപ്പികളും വലിയ പാചക വൈദഗ്ധ്യവും ഉണ്ടെങ്കിൽ മാത്രമേ വിജയിക്കാൻ കഴിയൂ എന്നാണ്. എന്നാൽ ശരിക്കും അതുമാത്രമാണോ സത്യം? ഒരിക്കലുമല്ല. ഈ ബിസിനസ്സിനെ നിരന്തരം മുന്നോട്ടു നയിക്കുന്ന ആ യഥാർത്ഥ സീക്രട്ട് എന്താണെന്ന് നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. ഇന്ന് വലിയ വലിയ ഫാക്ടറികളെയോ സങ്കീർണമായ റെസിപ്പികളെയോ അല്ല ബുദ്ധിമാന്മാരായ ബിസിനസ്സുകാർ ആശ്രയിക്കുന്നത്. പകരം അവർ തങ്ങളുടെ ചെറിയ വർക്ക്ഷോപ്പുകളിലെ ഓട്ടോമാറ്റിക് മെഷീനുകളെയാണ് കൂടുതൽ വിശ്വസിക്കുന്നത്. ഒരുപാട് ജോലിക്കാരെ വെച്ച് ചെയ്യുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് കൃത്യതയോടെയും വേഗത്തിലുമാണ് ഈ മെഷീനുകൾ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നത്. ഒരു വലിയ പ്രൊഡക്ഷൻ ലൈൻ ചെയ്യുന്ന അതേ ജോലി നിങ്ങളുടെ വീട്ടിലെ ചെറിയൊരു മുറിയിൽ ഈ ഉപകരണങ്ങൾ ചെയ്തു തീർക്കുമെന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ രഹസ്യം ശരിക്കും 3 കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നിൽക്കുന്നത്: സ്ഥിരത, വിശ്വാസ്യത, പിന്നെ കുറഞ്ഞ കായികാധ്വാനം. ഇതിലേറ്റവും പ്രധാനം സ്ഥിരത അഥവാ കൺസിസ്റ്റൻസിയാണ്. അതായത് എല്ലാ തവണയും കൃത്യമായ അളവ്, വിശ്വസനീയമായ ലാഭം, ഇതിലൂടേക്ക് നമ്മൾ നേടിയെടുക്കുന്ന കസ്റ്റമേഴ്സിന്റെ വിശ്വാസം. ഈ 3 കാര്യങ്ങളാണ് വിജയകരമായ ഏതൊരു ഫുഡ് ബിസിനസ്സിന്റെയും നിശബ്ദമായ എഞ്ചിനുകളെന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ കാറ്റഗറിയിലേക്ക് വരാം: കൃത്യതയാർന്ന പാക്കിങ്ങും സീലിംഗും. നമ്മളുണ്ടാക്കുന്ന ഭക്ഷണം ഒരാൾ കഴിക്കുന്നതിനോ കുടിക്കുന്നതിനോ മുൻപ് തന്നെ അവരുടെ മനസ്സിൽ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുന്നത് അതിന്റെ മികച്ച പാക്കിങ്ങും ശുചിത്വവുമാണ്. നമ്മുടെ ലാഭം നിലനിർത്താൻ ഇത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. ഇവിടെ നമ്മൾ കാണുന്നത് ജ്യൂസ് പാക്ക് ചെയ്യുന്ന 13ാമത്തെ മെഷീനും സോസ് പാക്ക് ചെയ്യുന്ന 12ാമത്തെ മെഷീനുമാണ്. ഒറ്റ നോട്ടത്തിൽ ഇത് വലിയ സംഭവമായി തോന്നില്ലായിരിക്കാം, പക്ഷേ ഒരു തുള്ളി പോലും ചോർന്നു പോകാതെ ഏറ്റവും കൃത്യമായ അളവിൽ ഇവ പാക്ക് ചെയ്യുന്നത് കാണുമ്പോൾ കഫേകളിൽ നിന്നും മറ്റും നമുക്ക് ദിവസേനയുള്ള വലിയ ഓർഡറുകൾ ഉറപ്പാക്കാൻ സാധിക്കും. ഓരോ പൗച്ചും ബോട്ടിലും വളരെ കൃത്യമായി സീൽ ചെയ്യപ്പെടുന്നു എന്നത് തന്നെയാണ് ഇതിന്റെയൊക്കെ ഒരു വലിയ സക്സസ്. ഇനി രണ്ടാമത്തെ വിഭാഗത്തിലേക്ക് നോക്കാം: ദൈനംദിന ഭക്ഷണങ്ങളുടെ ഓട്ടോമാറ്റിക് നിർമ്മാണം. അതായത് ആളുകൾ രണ്ടാമതൊന്ന് ചിന്തിക്കാതെ എല്ലാ ദിവസവും ശീലത്തിന്റെ ഭാഗമായി വാങ്ങുന്ന ഭക്ഷണ സാധനങ്ങളെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കുന്നത്. ഇതെത്ര മനോഹരമായാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കൂ. നമ്മുടെ 14ാമത്തെ മെഷീനായ ഓട്ടോമാറ്റിക് ബ്രെഡ് മേക്കറുടെ പ്രധാനപ്പെട്ട 4 ഘട്ടങ്ങളാണിത്: മിക്സിംഗ്, കുഴയ്ക്കൽ, പ്രൂഫിംഗ്, പിന്നെ ഒടുവിൽ ബേക്കിംഗ്. ഈ പ്രക്രിയകൾ പൂർണ്ണമായും ഓട്ടോമാറ്റിക് ആക്കുന്നതിലൂടെ ഒരു ഗുണമുണ്ട്: യാതൊരുവിധ ഏറ്റക്കുറച്ചിലുകളും ഇല്ലാതെ ഒരേ രുചിയിലും രൂപത്തിലുമുള്ള ബ്രെഡ് നമുക്ക് എന്നും കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും. അവരിലെ ആ ഒരു വിശ്വാസം നേടിയെടുക്കാൻ ഇത് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മെഷീനുകളൊന്ന് ശ്രദ്ധിച്ചേ. 11ാമത്തെ ഡംപ്ലിംഗ് മെഷീൻ, 10ാമത്തെ സ്പ്രിംഗ് റോൾ മെഷീൻ, പിന്നെ 9ാമത്തെ നൂഡിൽസ് മെഷീൻ. നമ്മളെ ശരിക്കും വിയർപ്പിക്കുന്ന മാവ് കുഴയ്ക്കലും മടക്കലുമൊക്കെ ഈ മെഷീനുകൾ വളരെ സിമ്പിളാക്കി മാറ്റുന്നു. മൊത്ത വ്യാപാരികൾക്കൊക്കെ എളുപ്പത്തിൽ പാക്ക് ചെയ്യാനും ഫ്രീസ് ചെയ്യാനും കഴിയുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വളരെ വേഗത്തിൽ നിർമ്മിക്കാൻ ഇത് നമ്മളെ സഹായിക്കും. ഇനി 3ാമത്തെ വിഭാഗം: ഉയർന്ന ലാഭം തരുന്ന സ്നാക്സുകൾ. ഇവിടെ നമ്മൾ നമ്മുടെ റെസിപ്പികൾ മാറ്റുകയല്ല ചെയ്യുന്നത്, മറിച്ച് കാഴ്ചയിലുള്ള ആ ഒരു പെർഫെക്ഷൻ കൊണ്ട് കസ്റ്റമേഴ്സിന്റെ കാഴ്ചപ്പാടിനെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നാണ് നോക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ 8ാമത്തെ ഡോണറ്റ് മേക്കർ, 4ാമത്തെ കാൻഡി മേക്കർ, 2ാമത്തെ കേക്ക് ഐസിംഗ് സ്മൂത്തർ എന്നിവയൊക്കെ നിങ്ങളുടെ ബിസിനസ്സിനെ എങ്ങനെ മാറ്റുമെന്ന്. കൃത്യമായ ഷേപ്പിലുള്ള ഡോണറ്റുകളും തികച്ചും പെർഫെക്റ്റായ കേക്കിന്റെ അരികുകളും ഒക്കെ കാണുമ്പോൾ സ്വാഭാവികമായും അതിന്റെ മൂല്യം വളരെ കൂടുതലാണെന്ന് ആളുകൾക്ക് തോന്നും. ഇത് കൂടുതൽ വില ഈടാക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും. ഇനി നമ്മുടെ 7ാമത്തെ മെഷീനാണ് പ്രോട്ടീൻ ബാർ മേക്കർ. നിങ്ങൾക്കറിയാമല്ലോ, ഫിറ്റ്നസ് ശ്രദ്ധിക്കുന്നവർ എപ്പോഴും കൃത്യമായ അളവിലുള്ള പോഷകങ്ങളാണ് ആഗ്രഹിക്കുന്നത്. അവർക്ക് കൃത്യമായ ഭാരത്തിലും അളവിലുമുള്ള പ്രോട്ടീൻ ബാറുകൾ ലഭിക്കുമ്പോൾ അവർ ആ ബ്രാൻഡിനെ വിശ്വസിച്ചു തുടങ്ങും. പിന്നെ ജിമ്മുകളിൽ നിന്നൊക്കെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഓർഡറുകൾ കിട്ടാനും ഇത് കാരണമാകും. സാധാരണ മിഠായികളും നമ്മുടെ 3ാമത്തെ മെഷീനായ വാക്വം ഫ്രീസ് ഡ്രൈഡ് കാൻഡിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? ആ മിഠായിയുടെ ഘടനയിൽ തന്നെയാണ് മാറ്റം വരുന്നത്. ഈ മെഷീൻ മിഠായിയുടെ രുചിയല്ല, മറിച്ച് അതിന്റെ ടെക്സ്ചറാണ് മാറ്റുന്നത്.
വളരെ ഭാരം കുറഞ്ഞതും എന്നാൽ നല്ല മുരുമുരുപ്പുള്ളതുമായ ഒരു പുതിയ അനുഭവം നൽകുന്നതുകൊണ്ട് തന്നെ ഓൺലൈൻ സ്റ്റോറുകളിൽ ഇവ ചൂടപ്പം പോലെയാണ് വിറ്റഴിക്കപ്പെടുന്നത്. ശരി, ഇനി നമുക്ക് 4ാമത്തെ വിഭാഗത്തിലേക്ക് പോകാം. സ്പെഷ്യാലിറ്റി ഭക്ഷണങ്ങൾ. എപ്പോഴും ഫ്രഷായ ചേരുവകൾ ഉപയോഗിക്കുന്നതും കൂടുതൽ കാലം കേടുകൂടാതെ ഇരിക്കുന്നതുമാണ് ഇത്തരം പ്രീമിയം വിപണികളിലെ പ്രധാന ആകർഷണം. ഈ 6ാമത്തെ മെഷീനായ ഓട്ടോമാറ്റിക് ഓയിൽ പ്രസ് നോക്കൂ. യാതൊരുവിധ രാസവസ്തുക്കളും ഉപയോഗിക്കാതെ തികച്ചും സ്വാഭാവികമായ മർദ്ദം ഉപയോഗിച്ച് എണ്ണയാട്ടിയെടുക്കാൻ ഇത് സഹായിക്കുന്നു. വലിയ ഇൻഡസ്ട്രിയൽ സെറ്റപ്പുകളൊന്നുമില്ലാതെ തന്നെ തദ്ദേശീയമായി ഏറ്റവും ഫ്രഷായ എണ്ണ ഉപഭോക്താക്കളിൽ എത്തിക്കാൻ ഇതിലും മികച്ചൊരു മാർഗമില്ല എന്ന് തന്നെ പറയാം. ഇനി ഇവിടെ ഏറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ 5ാമത്തെ മെഷീനായ ഫ്രീസ് ഡ്രയർ ഭക്ഷണത്തിന്റെ രൂപവും രുചിയും അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് അതിലെ ജലാംശം പൂർണ്ണമായും വലിച്ചെടുക്കുന്നു. ഇതിന്റെ ഗുണമെന്താണെന്നോ, ഭക്ഷണസാധനങ്ങൾ മാസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാനും എമർജൻസി ഫുഡ് മാർക്കറ്റുകളിലേക്കൊക്കെ വളരെ എളുപ്പത്തിൽ പ്രവേശിക്കാനും ഇത് നമ്മളെ സഹായിക്കും. അങ്ങനെ നമ്മൾ ഈ ലിസ്റ്റിന്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. സങ്കീർണമായ പാചകരീതികളെക്കാൾ ഉപരി വിശ്വസ്യതയ്ക്ക് മുൻഗണന നൽകുന്ന ആ നമ്പർ 1 മെഷീൻ ഏതാണെന്ന് നോക്കാം. അതെ, ആ 1ാം സ്ഥാനത്തുള്ള മെഷീൻ ഇതാണ്. മറ്റു മെഷീനുകളെ അപേക്ഷിച്ചു നോക്കുമ്പോൾ എന്തുകൊണ്ടാണിത് വളരെ നിശബ്ദമായി എന്നാൽ ഏറ്റവും മികച്ച രീതിയിൽ സ്ഥിര വരുമാനം നേടിത്തരുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ ലിസ്റ്റിലെ 1ാമത്തെ മെഷീൻ ഇതാണ്, കുബ്ബ മേക്കിംഗ് മെഷീൻ. വളരെ ശ്രദ്ധയും വലിയ അധ്വാനവും വേണ്ടിവരുന്ന പരമ്പരാഗതമായ കുബ്ബ നിർമ്മാണം ഇത് പൂർണ്ണമായും ഓട്ടോമാറ്റിക്കാക്കി മാറ്റുന്നു. ഇതിന്റെ പുറംഭാഗം തയ്യാറാക്കാനും അതിൽ ഫില്ലിംഗ് വെക്കാനും ഒരേ വലുപ്പത്തിൽ സീൽ ചെയ്യാനുമൊക്കെ ഈ മെഷീൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രോസറി സ്റ്റോറുകൾക്കും കാറ്ററിംഗ് സർവീസുകൾക്കുമൊക്കെ ഒരു മുടക്കവുമില്ലാതെ കൃത്യമായി ഇവ സപ്ലൈ ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് വെച്ചാൽ, ഈ കുബ്ബ മെഷീന്റെ പ്രധാന ഗുണങ്ങൾ കൃത്യമായ അളവ്, വളരെ കുറഞ്ഞ വേസ്റ്റ്, പിന്നെ തുടർച്ചയായി ലഭിക്കുന്ന ഓർഡറുകൾ എന്നിവയാണ്. എല്ലാ തവണയും യാതൊരു മാറ്റവുമില്ലാതെ ഒരേപോലെയുള്ള പ്രൊഡക്ട്സ് നൽകുക എന്നത് തന്നെയാണ് വിപണിയിൽ കസ്റ്റമേഴ്സിന്റെ വിശ്വാസം നേടിയെടുക്കാനുള്ള ഏറ്റവും വലിയ രഹസ്യം. ഈ ഒരു വാചകം വളരെ ശ്രദ്ധേയമാണ് കേട്ടോ. സ്ഥിരതയും വിശ്വാസ്യതയും ഉള്ളതുകൊണ്ട് ഉപഭോക്താക്കൾ വീണ്ടും വീണ്ടും വരും. അതിനാൽ അത്തരം നിശബ്ദമായ ബിസിനസ്സുകൾ കൂടുതൽ കാലം നിലനിൽക്കും. ശരിയാണല്ലേ? വീട്ടിലിരുന്ന് നടത്തുന്ന ഒരു ബിസിനസ് വിജയകരമായി നിലനിൽക്കുന്നത് നമ്മൾ ഇത്തരത്തിൽ കൃത്യതയാർന്ന ഉൽപ്പന്നങ്ങൾ കസ്റ്റമേഴ്സിന് നൽകുമ്പോഴാണ്. അങ്ങനെ നമ്മുടെ ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഒരു ചോദ്യം വയ്ക്കുകയാണ്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു മെഷീൻ ഉപയോഗിച്ച് ബിസിനസ് തുടങ്ങാൻ അവസരം ലഭിച്ചാൽ നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കും? എപ്പോഴും ഓർക്കുക, ശരിയായ ഉപകരണങ്ങൾ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ ചെറിയ വർക്ക് സ്പേസ് എന്നത് ഒരിക്കലും ഒരു പോരായ്മയല്ല, അതൊരു വലിയ നേട്ടമാണ്. അപ്പോൾ ഇതുവരെ ഒപ്പം ചേർന്നതിന് വലിയൊരു നന്ദി.